അധ്യാപകർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ ഒരു നല്ല പരീക്ഷയുടെ സവിശേഷതകളായ ടെസ്റ്റിംഗും മൂല്യനിർണ്ണയവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും പരിശോധനാ ഫലം വിശകലനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പ്രസ്താവിക്കുക, സിദ്ധാന്തത്തിന്റെയും പ്രായോഗിക പരീക്ഷയുടെയും മൂല്യനിർണ്ണയം വിശദീകരിക്കുക. പരിശോധനാ ഫലങ്ങളുടെ വിശകലനമാണ് പ്രാധാന്യം. ഒരു ടെസ്റ്റിന്റെ ചിട്ടയായ മൂല്യനിർണ്ണയത്തിന്റെ പ്രാധാന്യം. മൂല്യനിർണ്ണയം കൂടാതെ ഒരു പരിശീലന പരിപാടിയും പൂർത്തിയാകില്ല എന്നത് അംഗീകരിക്കാവുന്ന വസ്തുതയാണ്. അധ്യാപകൻ ഒരു ചോദ്യപേപ്പർ നന്നായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഒരു പരീക്ഷ നടത്തുകയും അത് മൂല്യനിർണ്ണയം നടത്താതിരിക്കുകയും ചെയ്താൽ മാത്രം പോരാ. ടെസ്റ്റ് വ്യവസ്ഥാപിതമായി വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യവും പ്രധാനവുമാണ്. മൂല്യനിർണ്ണയത്തിലൂടെ വിദ്യാർത്ഥികളുടെ നേട്ടം അളക്കാനും അതേസമയം പരിശീലന പരിപാടിയുടെ വിജയവും പരാജയവും അളക്കാനും കഴിയും. ഇത് പരിശീലകനും പരിശീലനം നേടുന്നവർക്കും ഒരു ഫീഡ്ബാക്കായി കാണിക്കുന്നു. ആവശ്യമെങ്കിൽ ഇരുവർക്കും മെച്ചപ്പെടുത്താൻ കഴിയും. ടെസ്റ്റ് പേപ്പർ വിലയിരുത്തിയ ശേഷം ടെസ്റ്റുകളുടെ ഫലങ്ങൾ വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവും പ്രധാനപ്പെട്ടതുമാണ്. വിദ്യാർത്ഥികളുടെ പുരോഗതിയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും അറിയിക്കാൻ ഈ വിശകലനം അധ്യാപകനെ സഹായിക്കും. ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളെയും ആവശ്യമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും ഇത് അവരെ സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ പോരായ്മകൾ അറിയാൻ ഇത് സഹായിക്കുന്നു. അതുവഴി അവർക്ക് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനാകും. പരിശോധനാ ഫലം വിശകലനം ചെയ്യുന്നതിലൂടെ ഇനി പറയുന്ന വിവരങ്ങൾ ലഭിക്കും. ഒരു പ്രത്യേക പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബുദ്ധിമുട്ടുള്ള വാല്യൂ കണ്ടെത്താൻ കഴിയും. വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് നേടിയാൽ ചോദ്യങ്ങൾ വളരെ എളുപ്പമാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഒരു പ്രത്യേക ചോദ്യത്തിന് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിർദ്ദിഷ്ട ചോദ്യം സിലബസിന് പുറത്തായിരിക്കുമെന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ലെന്നോ മനസ്സിലാക്കാം. പരീക്ഷാഫലം വിലയിരുത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ തരംതിരിവ് സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് റാങ്കുകൾ നൽകുന്നത് എളുപ്പമാണ്. മൂല്യനിർണ്ണയത്തിന്റെ തരങ്ങൾ. മൂല്യനിർണ്ണയം സാധാരണയായി 2 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: രൂപീകര മൂല്യനിർണ്ണയവും സംഗ്രഹ മൂല്യനിർണ്ണയവും. തിയറി അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണ്ണയം. ഇത് മൂല്യനിർണ്ണയത്തിന്റെ ഒരു സമീപനമാണ്, പൂർത്തിയായ വിശകലന മാതൃക, അല്ലാതെ ഒരു പ്രത്യേക രീതിയോ സാങ്കേതികതയോ അല്ല. ഇത് ഒരു മൂല്യനിർണ്ണയത്തിന്റെ ഘടനാപരവും വിശകലനം നടത്തുന്നതുമായ ഒരു മാർഗമാണ്. പ്രബോധന ലക്ഷ്യം എത്രത്തോളം വിപുലീകരിച്ചു എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത പ്രക്രിയയാണിത്. മൂല്യനിർണ്ണയ തത്വം. പ്രബോധന ലക്ഷ്യം എത്രത്തോളം വിപുലീകരിച്ചു എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത പ്രക്രിയയാണിത്. അതിനാൽ മൂല്യനിർണ്ണയ പ്രക്രിയ ഫലപ്രദമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തണം. തിയറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ രീതി. സൈദ്ധാന്തിക വിഷയങ്ങൾക്കായി പ്രയോഗിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അസൈൻമെന്റിൽ കുറച്ച് ആത്മനിഷ്ഠ ഇനങ്ങളുള്ള നിരവധി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഇനങ്ങൾ അടങ്ങിയിരിക്കാം. ഒബ്ജക്റ്റീവ് ഇനങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾക്ക് ഇൻസ്ട്രക്ടർ മുഴുവൻ മാർക്കും നൽകും. തെറ്റായ ഉത്തരങ്ങൾക്ക് മാർക്കില്ല. സബ്ജക്റ്റീവ് ഇനങ്ങളുടെ കാര്യത്തിൽ ഇൻസ്ട്രക്ടർ നിർബന്ധമായും ഒരു സബ്ജക്റ്റീവായ വിലയിരുത്തൽ നടത്തുകയും പഠനത്തിന്റെ പരിധി പരിഗണിക്കുകയും അതിനനുസരിച്ച് മാർക്ക് അനുവദിക്കുകയും വേണം. പ്രായോഗിക പരീക്ഷയുടെ മൂല്യനിർണ്ണയ സമീപനം. പെർഫോമൻസ് ടെസ്റ്റ്. ട്രെയിനികളുടെ പ്രകടന കഴിവുകൾ വിലയിരുത്തുമ്പോൾ ഇൻസ്ട്രക്ടർമാർ അന്തിമ ഉൽപ്പന്നം മാത്രമല്ല, ശരിയായ പ്രവർത്തനശീലങ്ങൾ വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പ്രകടന രീതിയും മറ്റ് ആട്രിബ്യൂട്ടുകളും കണക്കിലെടുക്കണം. ഇതിനർത്ഥം പരിശീലന ജോലികൾ വിലയിരുത്തുമ്പോൾ ഇൻസ്ട്രക്ടർമാർ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ വിലയിരുത്തൽ നടത്തണം. പ്രായോഗിക പെർഫോമൻസ് സ്കിൽ ടെസ്റ്റുകളിൽ വ്യത്യസ്ത സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നു. അവ തിയറി ടെസ്റ്റ് ഇനങ്ങൾക്ക് സമാനമാണ്. ചില നിർദ്ദിഷ്ട സ്റ്റാൻഡേർഡ് പ്രകടനം വ്യവസ്ഥ ചെയ്യുന്ന സവിശേഷതകൾക്കായി ചുവടെ നൽകിയിരിക്കുന്നു. പെർഫോമൻസ് പരിശോധനയുടെ സവിശേഷതകൾ ഇവയാണ്: ടൂളുകളും മറ്റുപകരണങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ, മെറ്റീരിയലുകളുടെ തിരഞ്ഞെടുപ്പും സാമ്പത്തിക ഉപയോഗവും, ഡ്രോയിങ്ങുകൾ വായിക്കാനുള്ള കഴിവ്, സുരക്ഷയും നല്ല ജോലിശീലങ്ങളും നിരീക്ഷിക്കൽ, ജോലിയുടെ വേഗത, കൃത്യത, ജോലിയുടെ ഗുണനിലവാരം, ജോലിയോടുള്ള മനോഭാവം, പ്രകടനത്തിലെ ശരിയായ ക്രമം, ജോലിയിൽ വൃത്തി, ഹൗസ് കീപ്പിംഗ്. മേൽപ്പറഞ്ഞ സവിശേഷതകളുടെയും മറ്റ് ആട്രിബ്യൂട്ടുകളുടെയും കാര്യത്തിൽ സബ്ജക്റ്റീവായ അളവെടുപ്പ് ഉൾപ്പെടുത്തുന്നതിനാൽ പെർഫോമൻസിന്റെ ശ്രേണി വിലയിരുത്തുകയും രേഖപ്പെടുത്തുകയും വേണം.
NSQF സിലബസ് അനുസരിച്ച് പ്രായോഗിക പരീക്ഷയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ട്രെയിനികളുടെ പരിശീലനത്തിന്റെ പ്രകടനം വിലയിരുത്തുന്നതിന് സ്വീകരിച്ച രീതി വ്യത്യസ്തമാണ്. ജോലിയിൽ സ്വതന്ത്രമായി പെർഫോമൻസ് കഴിവിന്റെ ആവശ്യകതകൾ കണക്കിലെടുത്ത് പ്രായോഗിക പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിന് ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ കണക്കിലെടുക്കണം. A. ഓർഗനൈസേഷണൽ കഴിവ് 20 മനോഭാവ സവിശേഷതകൾ. B. ജോലി ചെയ്യുന്ന രീതി പ്രകടനം ഒബ്ജക്റ്റീവ് ഫീച്ചർ 30. C. ഗുണനിലവാരമുള്ള ഉൽപ്പന്ന നിർമ്മാണം സബ്ജക്റ്റീവ് ആയ സവിശേഷത 50. D. സമയം. Method of evaluating each criteria. A. Organizational ability attitude features. ആവശ്യാനുസരണം ജോലി നിർവഹിക്കുന്നതിന് പെർഫോമൻസ് ആസൂത്രണം ചെയ്യുന്നതിനുള്ള കഴിവാണിത്. ഒരു ജോലി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിക്രമം എഴുതാനും അതിനാവശ്യമായ ടൂളുകൾ, ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ എന്നിവയുടെ പേര് നൽകാനും ഉൾപ്പെട്ടിരിക്കുന്ന കണക്കുകൂട്ടൽ, ചിഹ്നങ്ങളുടെ വ്യാഖ്യാനം, ആവശ്യമായ യാന്ത്രിക ഡയഗ്രം വരയ്ക്കൽ എന്നിവയിലൂടെയും സംഘടിപ്പിക്കാനുള്ള കഴിവ് പരീക്ഷിക്കാവുന്നതാണ്. ജോലി ചെയ്യുന്ന രീതി പെർഫോമൻസ് ഒബ്ജക്റ്റീവ് ഫീച്ചർ. ഒരു സ്കിൽ ജോലി ചെയ്യുന്ന രീതി ഇനി പറയുന്ന വശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. യഥാർത്ഥ കണക്ഷനിലേക്കുള്ള സ്കീമാറ്റിക് വ്യാഖ്യാനം, നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുള്ള ടൂളുകളുടെ തിരഞ്ഞെടുപ്പ്, ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗം, വസ്തുക്കളുടെ സാമ്പത്തിക ഉപയോഗം, സ്കിൽ പെർഫോമൻസിലെ പ്രധാന ഘട്ടങ്ങൾ പിന്തുടരുക, ഹൗസ് കീപ്പിംഗ്, സുരക്ഷാ വിലയിരുത്തൽ നിരീക്ഷണം നടത്തുന്നത് ഇൻസ്ട്രക്ടർമാരാലാണ്. ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം സബ്ജക്റ്റീവായ സവിശേഷത. ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്നത് അതിന്റെ പ്രവർത്തനപരമായ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയാണ്. വിലയിരുത്തിയ വശങ്ങൾ ഇവയാണ്. ഡയമെൻഷണൽ സവിശേഷതകൾ, പ്രവർത്തനക്ഷമത, ശരിയായ കണക്ഷൻ, ചലനം, കൃത്രിമത്വം. സബ്ജക്റ്റീവ് വിലയിരുത്തൽ, ആവശ്യമുള്ള ജോലിയുടെ മറ്റ് സവിശേഷതകൾ. പ്രകടനത്തിന്റെ സങ്കീർണതയ്ക്കും ജോലിയുടെ പ്രവർത്തനപരമായ വശങ്ങളുമായി ബന്ധപ്പെട്ട സവിശേഷതകളുടെ വിമർശനത്തിനും അനുസരിച്ചാണ് ഓരോ വശങ്ങൾക്കും വെയിറ്റേജ് നൽകേണ്ടത്. ഡി. സമയം. വേഗത ഒരു പ്രധാന വശമായതിനാൽ ടെസ്റ്റ് സമയത്ത് ട്രെയിനികൾ എടുക്കുന്ന സമയം കണക്കിലെടുക്കേണ്ടതാണ്. പരിഗണിക്കേണ്ട ഘടകം ട്രെയിനി അനുവദിച്ച സമയത്തേക്കാൾ കുറവോ കൂടുതലോ എടുത്തിട്ടുണ്ടോ എന്നതാണ്. അത് എക്സസൈസ് ചെയ്യാൻ അനുവദിച്ച സമയത്തിന്റെ ഒരു ശതമാനം ആയി പ്രകടിപ്പിക്കണം. അതനുസരിച്ച് മാർക്കിന്റെ വെയിറ്റേജോ കിഴിവോ ഉണ്ടാക്കണം. സമയത്തിലുള്ള മാർക്ക് നൽകുന്നു. പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ എക്സസൈസുകൾക്കും സമയം കണക്കാക്കുന്നു. അത് ഡ്രോയിങ്ങിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവ എക്സസൈസുകളുടെ പ്രോട്ടോടൈപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം, ട്രയലുകൾ നടത്തിയതിനു ശേഷമുള്ള ഫീഡ്ബാക്ക് എന്നിവ പൂർത്തിയാക്കിയ ശേഷം മീഡിയ ഡെവലപ്പർമാരുടെ വിധിന്യായത്തെയും വിതരണം ചെയ്ത വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് സമയക്രമം. സമയഘടകത്തിന് പ്രത്യേക മാർക്കുകളൊന്നും അനുവദിച്ചിട്ടില്ല. ആവശ്യമെങ്കിൽ പരിശീലനം പൂർത്തിയാക്കാൻ ട്രെയിനികളെ പ്രാപ്തരാക്കുന്നതിന് 30% വരെ അധിക സമയം നൽകാം. സമയം ലാഭിക്കുന്നതിന് മാർക്കുകൾ അനുവദിച്ച് നിശ്ചിത വെയിറ്റേജ് നൽകുകയും മാർക്ക് കുറയ്ക്കുന്നതിന് അധിക സമയമെടുക്കുകയും വേണം. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചു പരിശോധനാ ഫലം വിശകലനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പ്രസ്താവിക്കുകയും സിദ്ധാന്തത്തിന്റെയും പ്രായോഗിക പരീക്ഷയുടെയും മൂല്യനിർണ്ണയം വിശദീകരിക്കുകയും. ഈ വിഷയം താങ്കൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ വിഷയം പഠിക്കും. അതുവരെ സുരക്ഷിതരായിരിക്കും.